4ാം ക്ലാസ്സിലെ തദ്രീബ് തിലാവയിൽ നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാഠം സുക്കൂനുള്ള മീമിന്റെ വിധികളാണ്. ഇദ്ഗാം, ഇഖ്ഫാ. ഈ പാഠത്തിൽ 2 വിധികളാണ് പഠിക്കാനുള്ളത്. ഇദ്ഗാം, സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. അതിന് ഇദ്ഗാം എന്ന് പറയുന്നു. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. ഇനി ഇഖ്ഫാ. ഇഖ്ഫാ എന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. മീമിന് ശേഷം മീമാണെങ്കിൽ ഇദ്ഗാം, സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആണെങ്കിൽ ഇഖ്ഫാ. അതാണ് ഇതിൽ നിന്നും പഠിക്കേണ്ടത്. ഇനി അതിന് ഉദാഹരണങ്ങൾ. ഇവിടെ യളിമിൻകും, ഇവിടെ മീമിന് ശേഷം മീമാണ് വന്നത്, ഇദ്ഗാമാണ്. അതുപോലെ ഇവിടെ ഫഖദ് കസ്സബൂകും ബിമാ, മീമിന് ശേഷം ബാ വന്നു, ഇവിടെ ഇഖ്ഫാ ആണ്. അത് മനസ്സിലാക്കി വെക്കാം. അടുത്തത് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ദുആ ആണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇനി രണ്ടാമത്തെ പാഠം നോക്കാം. രണ്ടാമത്തെ പാഠത്തില് ബൈ ഹാർട്ട് ആക്കാനുള്ള സൂറത്താണ് സൂറത്തുൽ ബയ്യിന. സൂറത്തുൽ ബയ്യിന കാണാതെ പഠിക്കണം. ഇനി മീമിന്റെ വിധികള് ഇൽഹാർ ആണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിനെ ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം, ഫാ വരാം, വാവ് വരാം, ഏത് അക്ഷരം വന്നാലും വെളിവാക്കി ഉച്ചരിക്കണം. ഹും, ഫീഹി, അംവാലുൻ, അങ്ങനെ വെളിവാക്കി മീമിനെ വെളിവാക്കി ഉച്ചരിക്കുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അത് പഠിക്കാം. അതുപോലെ അതിന് ഉദാഹരണം ഏത് അക്ഷരവും വരാം. ഫഹും ലാ യഷ്ഉറൂൻ, ഏത് അക്ഷരം വന്നാലും ഇൽഹാറാണ്. മീമും ബാവും അല്ലാത്ത ഏതക്ഷരം സുക്കൂനുള്ള മീമിന് ശേഷം വന്നാലും ഇൽഹാറാണ്. ഈ പാഠത്തിൽ നിന്നും പഠിക്കാനുള്ള ദുആ റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന വ അൻത ഖൈറുർ റാഹിമീൻ. റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന വ അൻത ഖൈറുർ റാഹിമീൻ. മൂന്നാമത്തെ പാഠത്തില് കാണാതെ പഠിക്കാനുള്ള സൂറത്താണ് സൂറത്തുൽ അലക്ക്. സൂറത്തുൽ അലക്കിനെ കാണാതെ പഠിക്കാം. അതുപോലെ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഹുറൂഫുൽ ഖൽഖല, ഖൽഖലയുടെ ഹർഫുകൾ. പഠിക്കാനുള്ള എളുപ്പവഴി കുതുബ് ജദ്. ഇതിലെ 5 അക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. കുതുബ് ജദ്, അതിലെ 5 അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്കാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ ഹറക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം. ഹറക്കത്ത് പോലെ തന്നെ സുക്കൂൻ വന്നാലും വ്യക്തമായി ഉച്ചരിക്കണം. ഉദാഹരണത്തിന് അക്ക്, അത്ത്, അബ്, അങ്ങനെ സുക്കൂൻ വന്നാലും വ്യക്തമായി അത് ഉച്ചരിക്കണം. ദുആഉൽ ഖുർആൻ. ഈ പാഠത്തിൽ നിന്നും പഠിക്കാനുള്ളത് റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. ഈ ദുആണ് റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. ഈ ദുആ കാണാതെ പഠിക്കാം. നാലാമത്തെ പാഠം, അതിൽ നിന്നും പഠിക്കാനുള്ള സൂറത്ത്, കാണാതെ പഠിക്കാനുള്ള സൂറത്താണ് സൂറത്തുൽ അഅല. സൂറത്തുൽ അഅല മനഃപ്പാഠമാക്കാം. സബ്ബിസ്മ റബ്ബിക്കൽ അഅല സൂറത്താണ്. സൂറത്തുകളുടെ പേരും ഏതോ സൂറത്ത് എന്നൊക്കെ അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം പറഞ്ഞു പോണത്. ഹുറൂഫുൽ ഇസ്തിലാ, ഇസ്തിലാന്റെ ഹർഫുകളാണ് ഈ പാഠത്തിൽ നിന്നും പഠിക്കാനുള്ളത്. ഹുസ്വ ലിയത്തിൻ ഇൽ, ഹുസ്വ ഖാ സ്വാദ്, ലിയത്തിൻ ലാദ് ഐന് ത്വാ, ഇൽ ഖാഫ് ല്വാ. ഈ 7 അക്ഷരങ്ങളാണ് ഇസ്തിലാന്റെ ഹർഫുകൾ. ഈ അക്ഷരങ്ങൾക്ക് ഇസ്തിലാന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറച്ച് ശബ്ദമുണ്ടാക്കണം. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ് ശബ്ദമുണ്ടാക്കണം.
ഖുസ്വലിയത്തിൻ ഖില്. അത് എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാനുള്ള ഇസ്തിലാഹിന്റെ 7 അക്ഷരങ്ങളാണ്. അതുപോലെ ഈ പാഠത്തിൽ നിന്നും പഠിക്കാനുള്ള ദുആ: റബ്ബന മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. റബ്ബന മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. ഈ ദുആ കാണാതെ പഠിച്ചു വെക്കാം. ഖുർആൻ ഹിഫ്ളും തദ്രീബ് തിലാവയും ഒന്നിച്ചാണ് പരീക്ഷ ഉണ്ടാവുക. തദ്രീബ് തിലാവയിൽ നിന്നും ഈ പറഞ്ഞ ഭാഗങ്ങൾ നന്നായി പഠിക്കുക. അതുപോലെ ഖുർആനിൽ നിന്നും ഹിഫ്ലാക്കേണ്ട ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ 2ാം ക്ലാസ്സിൽ നിന്നും 3ാം ക്ലാസ്സിൽ നിന്നും ഖുർആൻ ഹിഫ്ലിന് വേണ്ടി പഠിച്ച ചെറിയ സൂറത്തുകളെല്ലാം പഠിച്ചു വെക്കണം. ഖുർആൻ നോക്കി ഓതാനുള്ളത് ഇതുപോലെ നിയമങ്ങൾ അനുസരിച്ച് ഓതണം. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങളൊക്കെ ഇൽഹാറും ഇദ്ഗാമും ഇഖ്ഫാവും 3 നിയമങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് ഓതണം. അതുപോലെ ഇസ്തിലാഹിന്റെ അക്ഷരങ്ങൾ വരുമ്പോൾ വായ നിറഞ്ഞ് ശബ്ദമുണ്ടാക്കി അങ്ങനെ ഉച്ചരിക്കണം. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ.